വോട്ടിന് പണം നൽകിയെന്ന പരാതിയിൽ പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി CP മുഹമ്മദിനെതിരെ പോലീസ് കേസ്. ജയസാധ്യതയുള്ള 4 മണ്ഡലങ്ങളിൽ BJPക്കെതിരെ LDFും UDFും വോട്ട് മറിച്ചെന്ന് കുമ്മനം രാജശേഖരൻ. PS വോട്ട് ചെയ്യുമ്പോൾ ഒളിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് G സുധാകരൻ. മദ്യനയത്തിൽ കത്തോലിക്ക മെത്രാൻ സമിതി മലക്കം മറിഞ്ഞു. മദ്യവർജനവും മദ്യനിരോധവും ഒന്നുതന്നെയെന്ന് KCBC. വ്യത്യാസം വാക്കുകളിൽ മാത്രം. മദ്യനയം ഒരു സർക്കാരിനെ സംബന്ധിച്ച് വലിയ കാര്യമല്ലെന്നും KCBC വക്താവ് ഫാദർ വർഗീസ് വള്ളിക്കാട്. കണ്ണൂർ വിമാനത്താവള നിർമ്മാണ അഴിമതിയിൽ ഉമ്മൻചാണ്ടിക്കും K ബാബുവിനുമെതിരെ ദ്രുത പരിശോധന നടത്താൻ തലശ്ശേരി വിജിലൻസ് കോടതി ഉത്തരവ്. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, കിയാൽ MD ചന്ദ്രമൗലി എന്നിവർക്കെതിരെയും അന്വേഷണം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത മഴ. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കടലാക്രമണം. 100-ലധികം വീടുകൾ തകർന്നു. ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. 19 വരെ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മലയാളി താരം PR ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീം നായകൻ. ലണ്ടനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ശ്രീജേഷ് ഇന്ത്യയെ നയിക്കും. സർദാർ സിംഗിനും രൂപീന്ദർ പാൽ സിംഗിനും വിശ്രമം. സംസ്ഥാനത്ത് ഈ മാസം 19 വരെ കനത്ത മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തമായതാണ് കാരണം. 7 മുതൽ 24 സെന്റിമീറ്റർ വരെ മഴയുണ്ടാകാനാണ് സാധ്യത. ഇന്നും ഇന്നലെയുമായി തുടരുന്ന മഴയിൽ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇപ്പോൾ 7 സെന്റിമീറ്റർ മഴയുള്ളത് വരും ദിവസങ്ങളിൽ 24 സെന്റിമീറ്റർ വരെ ഉയരും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമാണിതിന് കാരണം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കനത്ത മഴ നേരിടാനുള്ള ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂമുകളും തുറക്കും. മഴക്കെടുതി കൂടുതലുള്ള സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നും ഇന്നലെയുമായി തുടരുന്ന മഴയിൽ പലയിടങ്ങളിലും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താഴ്ന്ന പല പ്രദേശങ്ങളും ഇതിനകം വെള്ളത്തിനടിയിലായി. കൊല്ലം നഗരത്തിലെ പല വീടുകളിലും വെള്ളം കയറി. തിരുവനന്തപുരം പെരുമാതുറയിൽ കടൽക്ഷോഭം കാരണം 5 വീടുകൾ നശിച്ചു. വലിയതുറ, ചെറിയതുറ തീരപ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. PP ജസീം, മീഡിയ 1, തിരുവനന്തപുരം. കാലാവസ്ഥയിൽ വന്ന പെട്ടെന്നുണ്ടായ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ചും അതിന് ഉള്ള ശാസ്ത്രീയമായ കാരണങ്ങൾ പരിശോധിക്കുകയുമാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ആദ്യം ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്നോടൊപ്പം ഉള്ളത് N വിജയകുമാരൻ നായർ. അദ്ദേഹം സെന്റർ ഫോർ എർത്ത് സയൻസസിന്റെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ S. ഫൈസി തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിലുണ്ടാകും. ശ്രീ N വിജയകുമാരൻ നായർ, കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇത്തവണ അല്പം വൈകി ജൂൺ 7-ന് എത്തും എന്നതായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇപ്പോഴുണ്ടായിട്ടുള്ള മഴ എന്തിന്റെ സൂചനയാണ്? കഴിഞ്ഞ 2 ദിവസം മുൻപ് വരെ കനത്ത വേനൽ അനുഭവിച്ച ശേഷം പെട്ടെന്ന് ഇതുപോലെ ഉണ്ടായ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള കാരണം എന്താണ്? അതിന്റെ ശാസ്ത്രീയമായ വിശദീകരണം എന്താണ്? ശ്രീ N വിജയകുമാരൻ നായർ. കേൾക്കുന്നുണ്ടോ? എനിക്കൊന്ന് ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. S. ഫൈസി, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, തിരുവനന്തപുരത്തുണ്ട്. ശ്രീ ഫൈസി, നമ്മളെ സംബന്ധിച്ച് കനത്ത വേനൽ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ശക്തമായ മഴയുണ്ടാകുന്നു. കടലാക്രമണത്തിന്റെ ഭീഷണി നേരിടുന്നു. പലയിടങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അതിന് വ്യക്തമായ ഒരു ഋതുചക്രം ഉണ്ടായിരുന്നു. അത് പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റത്തിന് ഇടയാക്കുന്ന കാരണങ്ങൾ? ഇത് ഏത് തരത്തിലാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത്? പ്രീ മൺസൂൺ ഷവേഴ്സ് നേരത്തെയും ഉണ്ടായിരുന്ന പ്രതിഭാസമായിരുന്നു, പുതിയതൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഇത്ര തീവ്രമായിട്ട് ഉള്ള അളവിൽ ഉണ്ടായിട്ടുള്ള മഴ കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ളത്
അത് സൂചിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായ ഒരു പ്രതിഭാസമാണെന്നാണ് പറയാൻ പറ്റുന്നത്. കാരണം ആഗോളതാപനം അത് സൃഷ്ടിച്ചിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇങ്ങനെ കാലം തെറ്റിയ മഴയിലൂടെ സീസൺസിൻ്റെ പുതിയ പുതിയ വ്യത്യാസങ്ങളിലൂടെ പ്രതിഫലിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ അധികമായിട്ടുണ്ടാകുന്ന മഴ അതിനെ അബ്സോർവ് ചെയ്യാനുള്ള ഒരു ശേഷിയും നമുക്ക് പലയിടത്തിലും നഷ്ടപ്പെട്ടിരിക്കുക. നമ്മുടെ വാട്ടർ ബോഡീസ്, ഈ റെയിൻ വാട്ടർ പലതും സ്റ്റോർ ചെയ്യുന്ന വാട്ടർ ബോഡീസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പച്ചപ്പ് അല്ലെങ്കിൽ കാടുകൾ ഇല്ലാതാവുമ്പോൾ ജലം മണ്ണിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള ആ ശേഷി പോകുന്നു. അങ്ങനെ പരിസ്ഥിതി നശീകരണം വ്യാപകമായിട്ട് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണ്. അപ്പോൾ ഇതിനിയും വർദ്ധിക്കുകയുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനത്തിൽ IPCCയുടെ കണക്കനുസരിച്ച്, ഇന്റർനാഷണൽ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കണക്കനുസരിച്ച് 2100 ആവുമ്പോഴത്തേക്ക് 4 ഡിഗ്രി ലോകത്തെ ആഗോള തലത്തിൽ 4 ഡിഗ്രി അത് കൂടാൻ പോവുകയാണ്. അപ്പോൾ ലോക്കൽ വേരിയേഷൻസ് പലതുണ്ട്. അപ്പം ലോക്കൽ വേരിയേഷൻസ് അനുസരിച്ച് പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അളവിൽ കൂടുന്നു. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ അതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സമ്മർ കണ്ടത്. അതിനുശേഷം നേരത്തെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രീ മൺസൂൺ മഴ നമുക്കുണ്ടാകുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഭാസങ്ങളിൽ വ്യത്യസ്തമായിട്ട് അൺപ്രഡിക്റ്റബിളായിട്ടിത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെൻഡ് ഇനി കൂടുകയുള്ളൂ. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആഗോളതാപനത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അത് ആഗോളതലത്തിലായാലും നമ്മുടെ പ്രാദേശിക തലത്തിലായാലും ശരിയായിട്ടത് വിജയകരമാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടതായിരുന്നു കഴിഞ്ഞ ഫ്ലഡ് സീസണിൽ. തമിഴ്നാട്ടിൽ വളരെ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത് സംഭവിക്കുന്നത്. അപ്പോൾ അത് സംഭവിച്ചപ്പോൾ അത് സംഭവിക്കാനുണ്ടായ കാരണം അത് നമുക്ക് വ്യക്തമായ സൂചനകളുണ്ട് ഈ ആഗോളതാപനത്തിൻ്റെ റിസൾട്ട് ആയിരുന്നു എന്നുള്ളത്. അതേസമയം തന്നെ ലോക്കൽ എൻവയൺമെൻറ്റിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ അത് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ തന്നെ നശിപ്പിക്കുകയാണ്. അപ്പോൾ പ്രകൃതി ഇത് മനുഷ്യന് തിരിച്ചടിക്കുന്നു എന്ന് പറയാം. പണ്ട് ഈ സിയാറ്റിൽ ചീഫ് അമേരിക്കൻ പ്രസിഡന്റിന് എഴുതിയപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ദ വൈറ്റ് മാൻ വിൽ ഡൈ സിങ്കിങ് ഇൻ ഹിസ് ഓൺ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതാണ്, നമ്മൾ പ്രകൃതിയിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള മാലിന്യങ്ങൾ, ഗ്ലോബൽ വാർമിംഗ് ഗ്യാസസ്, പ്രകൃതിയിൽ നമ്മളുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ പലതരത്തിലുള്ള നശീകരണങ്ങൾ, വെറ്റ്ലാൻഡ് നശിക്കുന്നത്, ഫോറസ്റ്റ് നശിക്കുന്നത്, അങ്ങനെയുള്ള പ്രതിഭാസങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളോട് അതൊരു പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇതിന്റെ താങ്കളിൽ തിരിച്ചു വരാം. ശ്രീ N. വിജയകുമാരൻ നായർ, കാലങ്ങളായി കേരളത്തെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി അനുഭവിച്ചു വന്ന ഒരു ഋതുചക്രമുണ്ട്. അതിൽ കർക്കിടകത്തിന് മുൻപ് ഒരു വേനൽ കഴിഞ്ഞ് നമുക്ക് നല്ല മഴ കിട്ടുന്നതാണ് ഇടവപ്പാതി. നമ്മളെല്ലാവരും തന്നെ ആ ഇടവപ്പാതിയുടെ വരവ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇത്തവണ പക്ഷേ ഉണ്ടായ വേനൽ നമ്മളെ അക്ഷരാർത്ഥത്തിൽ കേരളത്തിന് ഒരു പുതിയ അനുഭവമായിരുന്നു. ഒരു വരൾച്ചയുടെ വക്കിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചു ഈ കനത്ത വേനൽ. ഇപ്പോൾ ഇടവപ്പാതി വൈകും എന്നാണ് കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരിക്കുന്നത്. അത് 6-7 ദിവസം വൈകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ കേരളത്തെ സംബന്ധിച്ച് കാലാവസ്ഥയുടെ വകഭേദങ്ങൾ അല്ലെങ്കിൽ ഭാവമാറ്റങ്ങൾ കൃത്യമായി തന്നെ അനുഭവിച്ചു വന്നിരുന്ന, അതിൻ്റെ അനുഗ്രഹം അനുഭവിച്ചു വന്നിരുന്ന ആളുകൾക്ക്, കേരള ഈ ജനതയ്ക്ക് ഇതെല്ലാം പുതിയ അനുഭവങ്ങളാണ്. ഈ അസ്വാഭാവികമായ കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ഈ അസ്വാഭാവികമായ വ്യതിയാനത്തിന് യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഋതുചക്രത്തെ തിരിച്ചു പിടിക്കാൻ കഴിയുക?
ശ്രീ വിജയകുമാരൻ നായർ, താങ്കൾ കേൾക്കുന്നുണ്ടോ? താങ്കളോടായിരുന്നു എൻ്റെ ചോദ്യം. റൈറ്റ്, താങ്കളോട് തന്നെ. എന്നോടാണോ? അതെ. എന്നോടാണോ ചോദിക്കുന്നത്? താങ്കളോടാണ് ശ്രീ വിജയകുമാരൻ നായർ, താങ്കളോട് തന്നെ. എന്നെ ഇപ്പൊ NJK നായർന്നാണോ പറയുന്നത് അതോ വിജയകുമാരൻ നായർന്നാണോ? വിജയകുമാരൻ നായർ. ഹലോ, ക്ഷമിക്കണം, എൻ ജയകുമാരൻ നായർ. NJK നായർന്നാണ്. ഓക്കെ, ക്ഷമിക്കണം താങ്കൾ. അങ്ങനെ പറയൂ. അതിന്റെ ഷോർട്ട് ഫാമിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ക്ഷമിക്കണം താങ്കൾ. ഇപ്പൊ ഇവിടെ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അത് സാരമില്ല. അപ്പോൾ ഇപ്പം നമ്മളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മുടെ കാലാവസ്ഥാ പ്രകാരങ്ങളിൽ വലുതായ മാറ്റം ഉണ്ടായിരിക്കുന്നു. അത് നമുക്ക് ശരിക്കും ഉപകാരപ്രദമല്ലാത്ത രീതിയിലുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നു. മഴ ക്രമം തെറ്റി പെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഈ മഴ പെയ്യുന്നതിന് മുമ്പുണ്ടാകുന്നതിൽ ചില്ലറ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നല്ലൊരു മഴ പെയ്യുമ്പോൾ അത് ഇടിവെട്ടി പെയ്യുന്ന മഴയായിരിക്കും. കുറച്ച് സമയത്തേക്ക് സ്ഥാനീയമായിട്ട് ഏതാണ്ട് ചെറിയ സ്ഥലങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി മഴ പെയ്യുന്നു. ഇങ്ങനെ മഴയുണ്ടാകുമ്പോൾ അതികഠിനമായ ഇരുട്ട് വരുന്നു. അതുകൂടാതെ ഇടിമിന്നൽ മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് എത്രയോ ഇരട്ടി ഇടിമിന്നലിൽ നിന്നുള്ള ആപത്തുകൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സമാന്തരമായി തന്നെ ഈ പെയ്തു വീഴുന്ന മഴ ഒരുമിച്ച് വീഴുന്നത് കൊണ്ട്, പിന്നെ പേമാരിയായിട്ട് വീഴുന്നത് കൊണ്ട് മണ്ണിൽ ഊർന്നിറങ്ങുന്നതിനുള്ള സംവിധാനം ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഭൂജലത്തിൻ്റെ കുറവ് ഏർപ്പെടുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കടൽ തീരത്തേക്ക് വരാം. അവിടെ ആണല്ലോ നമ്മുടെ പ്രശ്ന സ്ഥാനം. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് പിന്നെ അനവസരത്തിലുള്ള കടലേറ്റമാണ്. ഈ കടലേറ്റം കൊണ്ട് കടലേറ്റത്തോട് അനുബന്ധിച്ചോ അല്ലാതെയോ കടലിൻ്റെ കരയിൽ തീക്കാറ്റുണ്ടാകുന്നു. ചിലർ പറയുന്നു ഉപ്പ് കാറ്റാണ്, വേറെ ചിലർ പറയുന്നു തീക്കാറ്റാണ്. എന്തായാലും പൊള്ളുന്ന ചൂടോടുകൂടി ഉപ്പുള്ള കാറ്റാണ് വരുന്നത്. കടൽ തീരത്ത് ഉപ്പുള്ള കാറ്റുണ്ടാവും എന്നുള്ള ഒരു ഫാക്റ്റല്ലേ. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ ഉണങ്ങിയ ഈ ഇലകളിലും കരിഞ്ഞ ഇലകളിലും തഴുത്ത് നിൽക്കുന്ന ഇലകളിലും ഒരേ ക്വാണ്ടിറ്റി ഉപ്പാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഈ ക്രമം തെറ്റിയുള്ള നടപടി എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ പ്രകാരത്തെ ബാധിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇരുട്ട് പരക്കുന്നു. ഒരേ ഒരു കാരണമേ ഉള്ളൂ. മേഘങ്ങൾ സാധാരണ തരത്തിൽ പണ്ടൊക്കെ 3 കിലോമീറ്ററൊക്കെ ഉയരത്തിൽ രൂപീകരിക്കപ്പെട്ടിരുന്ന മേഘങ്ങൾ ഇപ്പോൾ വളരെ താഴ്ത്ത നിലയിൽ 1 കിലോമീറ്ററോളം പൊക്കത്തിൽ ഈ മേഘങ്ങളുണ്ടാകുന്നു. ഈ മേഘങ്ങളെന്ന് പറയുന്ന ഒരു വലിയ സ്തൂണം, ഒരു ചേമ്പറാണ്. അതിൻ്റെ അടിത്തട്ടിൽ വലിയ ജലഗണങ്ങൾ ഉണ്ടായിക്കൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വലിയ ജലഗണങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറയും. അപ്പോൾ ആ പോസിറ്റീവ് ചാർജ് നഗ്നമാക്കപ്പെട്ട ഭൂമിയിലേക്ക് സ്വതന്ത്രമായി അടിക്കുകയാണ്. നമ്മുടെ ഭൂമി മൊത്തവും നമ്മൾ നഗ്നമാക്കിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പോൾ ഇടിമിന്നലുകളുടെ തോത് വർദ്ധിക്കുന്നു, പേമാരിയായിട്ട് പെയ്തു വീഴുന്നു. ഫലത്തിൽ മഴ കൊണ്ട് പ്രയോജനത്തെക്കാളേറെ നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്നു. ഞാൻ തുടരട്ടെ. ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം ഞാൻ ഒന്ന് ഇടപെടട്ടെ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ CR നീലകണ്ഠൻ, നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുണ്ട്. പാഠമാകേണ്ടുന്ന അനുഭവങ്ങളാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. കനത്ത വേനൽ, അതിൻ്റെ ഭാഗമായി നമ്മുടെ മുന്നിൽ ഭീഷണിയായി നിൽക്കുന്ന വരൾച്ച, ഭൂഗർഭ ജലവിധാനം കുറയുന്നു, നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ പ്രകൃതിയിലെ പച്ചപ്പ് ഇല്ലാതായി പോകുന്ന സാഹചര്യം, വെള്ളത്തിൻ്റെ കണി കാണാൻ കഴിയാതെ വരുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ ഉണ്ടാകുന്നു. ഇതെല്ലാം നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കണ്ടും ശീലിച്ചും അറിഞ്ഞുമുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അത് സ്വന്തം അനുഭവത്തിലേക്ക് വരികയാണ്. ഇതിൽ എത്രമാത്രം ഇതിൽ നമ്മുടെ പങ്കുണ്ട്? കേരളത്തിലെ ജനങ്ങളുടെ പങ്ക് എത്രമാത്രമുണ്ട് ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ? ഇതിൽ വലിയൊരു പങ്ക് കേരളത്തിലെ ജനങ്ങളുടെ തന്നെയാണ്. ഇപ്പോൾ കാലാവസ്ഥാ മാറ്റം എന്നത് ഒരുപക്ഷെ കേരളീയർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതിൽ നമ്മുടെ ഒരു റോളുണ്ട്, പക്ഷേ നമ്മുടെ റോൾ മാർജിനലാണ്. പക്ഷേ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഇഫക്റ്റ് ഒരുപക്ഷെ മറ്റാരേക്കാൾ കൂടുതൽ അനുഭവിക്കാൻ പോകുന്നൊരു സംസ്ഥാനം കേരളമാണ്. കാരണം നമുക്ക് പ്രകൃതിദത്തമായ ഒരുപാട് നേട്ടങ്ങളുണ്ട്.
ആ നേട്ടങ്ങളുടെ വെളിച്ചത്തിൽ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആണ് കേരളം ഒരർത്ഥത്തിൽ. ആ പ്രൊട്ടക്ഷൻ പലതും നമുക്ക് ഇല്ലാതാവുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് മഴ പെയ്യും. നമ്മൾ ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂട് എന്ന് എല്ലാവരും കരഞ്ഞിരുന്നു. പണ്ട് കാലത്ത് പറയാറുണ്ട് 1000 വേടയ്ക്ക് അരക്കോടാന്ന്. 1000 ദിവസം മഴ പെയ്തിട്ട് ഒരു ദിവസം 1000 ദിവസം വേനൽ കണ്ടിട്ട് ഒരു ദിവസം മഴ പെയ്താൽ നമുക്ക് പെട്ടെന്ന് മാറ്റം വരും. കേരളം പോലൊരു സ്ഥലത്ത് വളരെ സുഖകരമാവേണ്ട ഒരു കാലാവസ്ഥയുള്ളൊരു കാലമാണിത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്താ? അതികഠിനമായ ചൂടിനെ തുടർന്ന് താങ്കൾ പറഞ്ഞതുപോലെ അതികഠിനമായ മഴ. ഇത് രണ്ടും നമ്മുടെ കൃഷിയെ, ആരോഗ്യത്തെ, സ്വസ്ഥ ജീവിതത്തെ, ജൈവ വൈവിധ്യത്തെ എല്ലാം ബാധിക്കുകയാണ്. വെള്ളം മഴ പെട്ടെന്ന് പെയ്തുകൊണ്ട് വെള്ളം കിട്ടാതാവുന്ന ഒരവസ്ഥയുണ്ട് ഇവിടെ ചില സ്ഥലത്ത്. കാരണം എന്താ വെച്ചാൽ വെള്ളമാകെ കലങ്ങുകയും കിട്ടുന്ന വെള്ളം തന്നെ എടുക്കാൻ കഴിയാതെ വരുന്നൊരവസ്ഥയുണ്ട്. കിണറുകൾ യഥാർത്ഥത്തിൽ മഴ പെയ്താൽ നേരത്തെ ഫൈസി പറഞ്ഞതുപോലെ അത് ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മുടെ സമൂഹത്തിലെ വിവിധ ഇടങ്ങളിലെ ജലാശയങ്ങളെ സമ്പന്നമാക്കേണ്ട ഒന്നാണ്. അതങ്ങനെ ആക്കുന്നില്ല. ഇപ്പോൾ തീരദേശത്ത് വന്നാൽ അതിഭീകരമാണ് അവസ്ഥ. വൻതോതിലുള്ള കടലാക്രമണമാണ്. കടലാക്രമണത്തെ നമുക്ക് എന്താ നേരിടാൻ കഴിയുക? നമുക്ക് വേണമെങ്കിൽ കുറേ കടൽ ഭിത്തി കെട്ടാം, ഓരോ വർഷവും അത് കെട്ടിക്കൊണ്ടിരിക്കാം, അത് താന്നു പോവും, കടൽ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ എനിക്കറിയാം ഫോർട്ട് കൊച്ചി മുതൽ അന്ധകാരനഴി വരെ കടൽ ഏതാണ്ട് 1 കിലോമീറ്റർ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനകത്ത് കയറിയിട്ടുണ്ട്. ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തൽക്കാലം കയറി പിന്നെ അത് ഇറങ്ങിപ്പോവും, കുറച്ച് കഴിഞ്ഞാൽ കയറിയാൽ ഇറങ്ങില്ല. അപ്പോൾ അവരുടെ ജീവിതം. നമ്മുടെ കൃഷിയിൽ വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. കാരണം വരൾച്ച കൊണ്ട് വൻതോതിൽ നശിച്ച് കഷ്ടിച്ച് ജലസേചനം കൊണ്ട് കൃഷി നടത്താൻ തീരുമാനിച്ച ആളുകൾക്ക് ആ കൃഷി മുഴുവൻ പോയി. അതിപ്പോൾ നെൽകൃഷിയാവാം, വാഴക്കൃഷിയാവാം, അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികളാവാം, കൃഷി മുഴുവൻ നശിക്കുകയാണ്. നമ്മുടെ മാലിന്യം ഇപ്പോൾ ഇതിലും കൂടുതലൊരു അപകടമുണ്ട്. നമ്മൾ കെട്ടിക്കിടന്ന 1.5 വർഷത്തെ അല്ലെങ്കിൽ അര വർഷത്തെ മാലിന്യം ഒന്നിച്ചൊലിച്ച് ഇപ്പോൾ ജലാശയത്തിലെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ജലാശയങ്ങളും പുഴകളും തോടുകളും എല്ലാം തന്നെ മലിനമാവും. അങ്ങനെ വരുന്നതോടുകൂടി നമുക്ക് വീണ്ടും നമ്മുടെ രോഗാതുരത വളരെ പെട്ടെന്ന് കൂടും. കാരണം ഇനിയിപ്പോൾ മഴ പെയ്താൽ ഉടനെ തന്നെ നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനി, എലിപ്പനി, ജപ്പാൻ വൈറം എന്ന് പറഞ്ഞ പനികളങ്ങ് പടരുകയാണ്. നമ്മുടെ വികസന രീതികൾ തീർച്ചയായും ഗോപികൃഷ്ണൻ ചോദ്യം ചെയ്യേണ്ടതാണ്. ഇതൊക്കെ വികസനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇതൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അത് വികസനത്തിന് തടസ്സമാണ് എന്നാണ് പറയുക. പക്ഷേ ഇത് വികസനത്തിന് തടസ്സം എന്ന് പറഞ്ഞാൽ ശുദ്ധജലം കിട്ടാത്തതും രോഗാതുരമാകുന്നതും കടലാക്രമണം നടക്കുന്നതും ഒക്കെ വികസനത്തിൻ്റെ അനിവാര്യതയാണ് എന്ന അർത്ഥത്തിൽ കാണുന്നു. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. ഈ കഴിഞ്ഞ ഇപ്പോൾ ഒരു വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നമ്മൾ. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ 2 മുന്നണികളുടെയും മാനിഫെസ്റ്റോ വായിച്ചു. ആര് വരുമെന്ന് എനിക്കറിയില്ല, ആര് വേണി വരട്ടെ. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു വാക്ക് ഈ 2 മുന്നണിയുടെ മാനിഫെസ്റ്റോയിലും ഇല്ല. എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ്. അടുത്ത 5 വർഷം കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കേരളത്തിൻ്റെ വിവിധ മേഖലകളെ, ആരോഗ്യം, കൃഷി, ജൈവ വൈവിധ്യം, ആയുർവേദം, ടൂറിസം, ഇതിനൊക്കെ ബാധിക്കാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ക്ലൈമറ്റ് ചേഞ്ച്. എന്തേ ക്ലൈമറ്റ് ചേഞ്ച് ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല? കേരളത്തെ പ്രതിസന്ധിയിലാക്കാൻ പോകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് പരിഹാരമുണ്ടോ? ചർച്ച തുടരാം ഇടവേളയ്ക്ക് ശേഷം. സെന്റർ ഫോർ എർത്ത് സയൻസിന്റെ ശ്രീ NJK നായർ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ശ്രീ ഫൈസി, പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ എന്നിവരാണ് കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ഫൈസി, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ മൺസൂണിന് മുമ്പുള്ള ഈ മഴ അതിൽ വലിയ അസ്വാഭാവികത ഒന്നുമില്ല എന്ന്. അസ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ: ഒന്ന്, ഈ മൺസൂൺ ഈ വർഷകാലം വൈകിയെത്തുന്നു, അത് 6-7 ദിവസം വൈകുന്നു, അത് അസ്വാഭാവികമായ ഒരു കാര്യമല്ലേ? 2, പെട്ടെന്നുണ്ടാകുന്ന ഈ മഴ, അതിനെ തുടർന്നുണ്ടാകുന്ന കടൽക്ഷോഭം, അതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ. 3, പരിസ്ഥിതിക്ക് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ. നേരത്തെ ശ്രീ CR നീലകണ്ഠനൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ കനത്ത വേനലിൻ്റെ ഭാഗമായി നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഇനി ഇങ്ങോട്ട് ഭാവിയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികൾ. ഇതിനെല്ലാമുള്ള കാരണം എന്താണ്? പരിഹാരം എന്താണ്? ഒന്നാമത് ഞാൻ പറഞ്ഞത് ഇത് സ്വാഭാവികമാണെന്നല്ല. പ്രീ മൺസൂൺ ഷവേഴ്സ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്രയും ഹെവി ആയിട്ട്, ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് നേരത്തെ ഉണ്ടാകില്ല. അപ്പം ഇത് വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതൊരു പുതിയ പ്രതിഭാസമാണെന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ തിക്തഫലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ അഷ്ടമുടി കായലിൽ ഈ മൺട്രോത്തുരുത്ത് അത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ദ്വീപ് മുങ്ങിക്കൊണ്ടിരിക്കുക. ജലനിരപ്പ് കൂടുന്നതുകൊണ്ട്, കായലിലെ ജലനിരപ്പ് കൂടുന്നതുകൊണ്ട്. അതേപോലെ പശ്ചിമ ബംഗാളിലെ സുന്ദർബാൻസ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാംഗ്രൂവ്
ഫോറസ്റ്റാണ്. അവിടെയുള്ള ഗോറുമാറ എന്ന് പറഞ്ഞ ദ്വീപ് അതിൻ്റെ 70% ഓൾറെഡി മുങ്ങിക്കഴിഞ്ഞു. അവിടുത്തെ ജനങ്ങളെ മുഴുവൻ മാറ്റിക്കഴിഞ്ഞു. മൺട്രോത്തുരത്തിലാണെങ്കിൽ ഏതാണ്ട് 200 കുടുംബങ്ങൾ ഇപ്പോൾ അവിടുന്ന് കൊല്ലം ടൗണിൽ പോയി താമസിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ UNFCCC ക്ലൈമറ്റ് ചേഞ്ച് കൺവെൻഷൻ, ക്യോട്ടോ പ്രോട്ടോകോൾ, ഇപ്പോൾ പുതിയ പാരീസ് എഗ്രിമെൻ്റ് ഒക്കെ വരുന്നത്. പക്ഷെ അതിനെയൊക്കെ ഓരോ തരത്തിൽ ഓരോ സമയത്ത് ഓരോ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് ഇതിനെ എതിർക്കാനും അത് നടപ്പാക്കുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനുമാണ് വ്യവസായവൽകൃത രാജ്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിനെ ആ സത്യത്തെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ പ്രാദേശിക പ്രശ്നങ്ങളിൽ മാത്രം, നമുക്ക് ഒരുപാട് പ്രാദേശിക പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ കാരണത്തിൽ നിന്നും അകന്നു പോവുകയാണ്. അപ്പോൾ ഈ വ്യവസായവൽകൃത സംസ്കാരം സൃഷ്ടിച്ച നമ്മൾ നാഗരികതയുടെ വക്താക്കളും സൃഷ്ടികളാണല്ലോ നമ്മളെല്ലാം. അപ്പം ഈ നാഗരികത, ഈ സിവിലൈസേഷൻ, അതിന് എത്ര ആൾ നിലനിൽക്കാൻ പറ്റുമെന്നുള്ളതും വലിയൊരു ചോദ്യ ചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേസ്റ്റ്, നമ്മൾ നശിപ്പിക്കുന്ന പ്രകൃതി എക്കോസിസ്റ്റംസ്, പ്രകൃതി സോഴ്സുകൾ, അപ്പോൾ അത് എത്ര നാളുകൂടി ഈ സിവിലൈസേഷന് ഈ ഭൂമിക്ക് തങ്ങാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു 200-250 വർഷത്തിനപ്പുറത്തേക്ക് അത് പോകില്ല എന്നുള്ളതാണ്. അതായത് ഈ അർബൻ സിവിലൈസേഷൻസിൻ്റെ ഒരു നിലനിൽപ്പ് ഒരു 200-250 വർഷത്തിൽ കൂടുതൽ പോവുകയില്ല. അപ്പോൾ അത് നമ്മൾ താങ്ങി നിർത്തുന്ന ആ ലിവിങ് സിസ്റ്റത്തെ തന്നെ നമ്മൾ നശിപ്പിച്ചുകൊണ്ട് 2 തരത്തിൽ, ഒന്ന് ഈ പ്രകൃതി സോഴ്സുകളെ നശിപ്പിക്കുന്നു, 2 ഈ പരിസ്ഥിതിയുടെ ഈ മലിനീകരണത്തെ അബ്സോർബ് ചെയ്യാൻ, ഡിസ്റ്റർബൻസിന് അതിനെ ഉൾക്കൊള്ളാനുള്ള അതിൻ്റെ ശേഷിക്ക് നമ്മൾ പ്രഹരം ഏൽപ്പിക്കുന്നു 2 തരത്തിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അടിസ്ഥാനപരമായിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചാൽ, അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയ്ക്ക് നിന്നും നമ്മൾ ആ ടിപ്പിംഗ് പോയിന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം അതിൽ ഈ ബിസിനസ് ആസ് യൂഷ്വൽ എന്നുള്ള അവസ്ഥ, ഈ IPCC ഒക്കെ പറഞ്ഞ കാര്യമാണ്, അത് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിവിലൈസേഷൻ ഇന്നത്തെ ആ പാരഡിം, അതിന് വ്യത്യാസം ഉണ്ടാകാതെ, ഇപ്പം നമ്മൾ ജലസ്രോതസ്സുകൾ, ഇപ്പം ഈ കനത്ത മഴ പെയ്താൽ പോലും അതിനെ അബ്സോർബ് ചെയ്യാൻ ഭൂമിക്ക് ശേഷിയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ജലസ്രോതസ്സുകൾ, കുളങ്ങൾ, മറ്റ് ജലാശയങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതെല്ലാം ഒരുപാട് നശിച്ചു കഴിഞ്ഞു. പിന്നെ മണ്ണിൻ്റെ ഈ വെള്ളം വീഴുമ്പോൾ ഒരു 10-12% വെള്ളമാണ് പല സ്ഥലങ്ങളിലും റീചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പം ആ കപ്പാസിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കുക. കാടുകൾ നശിക്കുന്നു, അതേപോലെ കോൺക്രീറ്റ് പ്രദേശങ്ങൾ, റോഡുകളൊക്കെ വന്നിട്ട് ആ മണ്ണിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം എല്ലാം കൂടെ ഒലിച്ച് ഒരേ സമയത്ത് ശക്തമായിട്ട് ഒഴുകുമ്പോൾ മണ്ണും കൂടെ അതിൻ്റെ കൂടെ ഒലിച്ചു പോവുകയാണ്. അപ്പോൾ അത് മൂലമുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഈ ദുരന്തം ഏറ്റവും കൂടുതൽ എപ്പോഴും അനുഭവിക്കുന്നതെല്ലാം ദരിദ്ര ജനവിഭാഗങ്ങളാണ്. കടൽ തീരത്ത് താമസിക്കുന്നവരായാലും വനങ്ങളിലുള്ള ആദിവാസികളായാലും മറ്റ് ദരിദ്ര ജനവിഭാഗങ്ങൾ, അവരാണ് വാസ്തവത്തിൽ അവരുടെ കോൺട്രിബ്യൂഷൻ, ഇങ്ങനെ ഒരു ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള ജനങ്ങളാണ് നമ്മുടെ രാജ്യത്താണെങ്കിലും മറ്റു പ്രദേശങ്ങളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ തിക്ത ഫലങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് പലപ്പോഴും. അപ്പം അതുകൊണ്ട് ശ്രീ ഫൈസി, ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേള കൂടി ഞാൻ എടുക്കുന്ന ഇടവേളയ്ക്ക് ശേഷം ശ്രീ CR നീലകണ്ഠൻ, ശ്രീ NJK നായർ നിങ്ങളോടുള്ള ചോദ്യവുമായി വരാം. ശ്രീ NJK നായർ, നേരത്തെ ശ്രീ ഫൈസി പറയുകയായിരുന്നല്ലോ, ഇവിടെ ഒരു കാലാവസ്ഥാ വ്യതിയാനം എന്ന വിപത്ത് നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് എക്സ്പീരിയൻസ് നമുക്കുണ്ടായിരുന്നതാണ്. അത് മാറി നമ്മൾ 2 എക്സ്ട്രീമുകളിലേക്ക് മാറുന്നു. കനത്ത വേനൽ, അത് കഴിഞ്ഞ ഉടനെ തന്നെ
കനത്ത മഴ വരുന്നു, അതിൻ്റെ ഭാഗമായി കടലാക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ എക്സ്ട്രീമുകളിലേക്ക് നമ്മൾ പോകുന്നു. ഇങ്ങനെ ഈ വരുന്ന കാലാവസ്ഥാ വ്യതിയാനം എന്ന വലിയ വിപത്തിനെ നേരിടാൻ ആഗോളതലത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളും വികസിത രാജ്യങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. കേരളം പോലെ ഒരു നാട്ടിൽ ഏതൊക്കെ തരത്തിൽ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും? അതിന് മറ്റെന്തെങ്കിലും ശാസ്ത്രീയമായ സയന്റിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു ഒരു ഡിഫൻസ് മെക്കാനിസം ഇതിന് ഉണ്ടോ? അതല്ല ഒരു സിവിലൈസേഷൻ്റെ ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ നമ്മൾ വളരെ അകന്നു പോയി ഇനി ഒരു റിവേഴ്സ് പ്രോസസ് സാധ്യമല്ല എന്ന ഫൈസിയുടെ അഭിപ്രായത്തോട് താങ്കളും യോജിക്കുകയാണോ? നമ്മളിപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥാപരമായ ക്രമക്കേടുകൾക്കും അതുകൊണ്ടുള്ള ദുരിതങ്ങൾക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള വൻതോതിലുള്ള അനവസരത്തിലുള്ള കടലേറ്റങ്ങൾക്കും ഒക്കെ തന്നെ അടിസ്ഥാനപരമായ കാരണം ആഴക്കടലിലെ ഏതാനും പ്രതിഭാസങ്ങളാണ്. ഈ പ്രതിഭാസങ്ങളുടെ മൂല കാരണം ആഗോള താപനവുമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ് ഈ അടിസ്ഥാന കാരണമെന്ന് മനസ്സിലാക്കാൻ പോലും നമ്മൾ ശ്രമിക്കുന്നില്ല. ഇപ്പം എനിക്ക് ഒരു 2-3 മിനിറ്റ് തരികയാണെങ്കിൽ എൻ്റെ ഫൈറ്റിങ് ഞാൻ പറയാം. ഇപ്പോൾ ആഴക്കടലിൽ നിന്ന് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മേഘങ്ങൾ താഴത്തെ തട്ടിലുണ്ടായി എങ്കിൽ അമിതമായ തോതിൽ നീരാവി ഉണ്ടായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നീരാവി ഉണ്ടെങ്കിൽ മാത്രമേ മേഘങ്ങളുടെ രൂപീകരണവും അതിനെ തുടർന്നുള്ള പ്രതിഭാസങ്ങളും നടക്കുകയുള്ളൂ. താഴ്ന്ന ലെവലിൽ മേഘങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് അനുഭവപ്പെടുന്ന ഏതാനും ക്രമക്കേടുകൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ മേഘങ്ങൾ ഉണ്ടാകണമെങ്കിൽ പതിവിൽ കൂടിയ തരത്തിൽ അല്ലെങ്കിൽ പതിവിലും 10 മടങ്ങോ ശതക്കണക്കിന് മടങ്ങോ ആയിട്ട് നീരാവി ഉണ്ടാവണം. ഈ നീരാവി ഉണ്ടാകുന്നതിന് കടലിനുള്ളിലുള്ള തെർമോക്ലൈൻ എന്നൊരു പ്രഭാവമുണ്ട്. ആ തെർമോക്ലൈൻ എന്ന പ്രതിഭാസം കൊണ്ടാണ് കടലിനുള്ളിൽ അമിതമായ തോതിൽ നീരാവി ഉണ്ടാകുന്നതും താഴ്ന്ന തലത്തിൽ മേഘങ്ങൾ ഉണ്ടാകുന്നതും. ഇതാ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടു അവിടെ ടൊർണാഡോ പോലെയുള്ള മേഘം ഉണ്ടായത്. യഥാർത്ഥത്തിലുള്ള കാരണം ഞാൻ പറയാം. ഈ തെർമോക്ലൈനിൻ്റെ ഫലമായി അഗാധ തലത്തിൽ നിന്നും സമുദ്രത്തിൻ്റെ അഗാധ തലത്തിൽ നിന്നും ഫൗണ്ടനിലെന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾ തിരുവാതിരയ്ക്ക് തുടി കൊട്ടുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ ഇളകി മറിയുന്നത് പോലെ കടലിലെ ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വെള്ളം ഇളകി മറിയുകയാണ്. സാമാന്യം ഉയരത്തിലെത്തിക്കഴിഞ്ഞിട്ടാണ് അതിങ്ങനെ മറിയുന്നത്. നമുക്കറിയാം ഈ എവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്നത് ഏത് ഊഷ്മാവിലും നടക്കുന്നതാണ്. രണ്ടാമത് അതിൻ്റെ പ്രതല വ്യാപ്തം വർദ്ധിക്കും തോറും കൂടുതൽ വിസ്തീർണം കൂടുന്തോറും സ്വാഭാവികമായിട്ട് ഈ ബാഷ്പീകരണം വർദ്ധിക്കും. ഇവിടെ ഈ കണക്കിന് ഇതുപോലെ ബാഷ്പീകരണം ഇരട്ടിക്കുകയോ അല്ലെങ്കിൽ ശതഗുണീഭവിക്കുകയോ ചെയ്യുകയാണ്. ഒരു കാര്യം നമ്മൾ മറക്കരുത്, ഈ താഴെ നിന്ന് കയറി വരുന്ന വെള്ളം 0.2 ഡിഗ്രി, അതായത് ഏതാണ്ട് ഐസ് കട്ടിയോളം തന്നെ തണുത്തവയാണ്. ആ തണുപ്പും പിന്നെ നിറഞ്ഞു നിൽക്കുന്ന ഉപ്പിൻ്റെ സൂക്ഷ്മമായ പരലുകൾ, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നീരാവി സ്വാഭാവികമായിട്ട് ജലഗണങ്ങളായിട്ട് മാറണം, അല്ലെങ്കിൽ ഐസ് പരലുകളായിട്ട് മാറണം. നമ്മൾ സാധാരണ പറയുന്ന പോലെ മൂടൽ മഞ്ഞായിട്ട് മാറും. പക്ഷേ അതിലൊരു ഭാഗം മുകളിലേക്ക് ഉയർന്നു പൊങ്ങും. ഇങ്ങനെ പൊങ്ങുന്നത് മുകളിലത്തെ തലത്തിലെത്തുമ്പോഴത്തേക്കും മഴത്തുള്ളിയായിട്ട് മാറുന്നു. അത് ഒരു മില്ലിമീറ്ററിൻ്റെ 10,000-ലൊരു അംശം വരുന്ന മഴത്തുള്ളികളായിട്ട് ആദ്യം ഉണ്ടാകുന്നു. പിന്നീട് അത് രണ്ട് കൂടിച്ചേർന്ന് വലിയ വലിയ പരലുകളായി ഒടുവിൽ ഈ മേഘത്തിൻ്റെ അടിത്തട്ടിലേക്ക് കറുത്ത ഒരു നിറം നൽകിക്കൊണ്ട് ഒന്നിച്ച് കൂടുകയാണ്. ഇതാണ് ഒരു കറുത്ത ഭൂതം പോലെ ഒരു സാധനം ഇനി താഴോട്ട് വരുന്നു എന്നും അതിൻ്റെ താഴെ നേരെ ഒരു വേര് പോലെ കടലിൻ്റെ പ്രതലത്തിലേക്ക് വരുന്നു എന്നും ഒക്കെ ഇന്ന് മനോരമയിൽ കണ്ടത്. യഥാർത്ഥത്തിൽ ഇത് ടൊർണാഡോയുമായിട്ട് ബന്ധമില്ല. ടൊർണാഡോ ഉണ്ടാകുന്നത് വേറൊരു കാരണം കൊണ്ടാണ്. രണ്ടാമത് ടൊർണാഡോ ഉണ്ടാകുന്നത് ഒരു വൻകരയുടെ കിഴക്കേ തീരത്താണ്, നമ്മളൊരു വൻകരയുടെ പടിഞ്ഞാറേ തീരത്താണ്. അപ്പം ഞാൻ മടങ്ങി വരികയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ നീരാവി, ആ നീരാവി സ്വാഭാവികമായിട്ട് മേഘങ്ങളാകും. ആ മേഘങ്ങൾ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് നീങ്ങി മഴ പെയ്യും. ഇവിടെ ഇങ്ങനെ നീങ്ങുമ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നീരാവി ജലഗണങ്ങളായിട്ട് മാറുമ്പോൾ
ഓരോ CC നീരാവിയും 1 ഗ്രാം നീരാവിയും 540 കലോറി വീതം താപം വിസർജിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ നീരാവി ഉൾക്കൊള്ളുന്ന കാറ്റ് ജലകണങ്ങളോ ഐസ് ബരലുകളോ ആയി മാറുമ്പോൾ 540 അല്ല 640 കലോറി വീതം വിസർജിച്ച് ആ കാറ്റ് തീ കാറ്റായിട്ട് മാറും. ഈ ബാക്കി വരുന്ന ഉപ്പ് ബരലുകളൂടെ കലരുന്നത് കൊണ്ട് അത് ഉപ്പ് കാറ്റായിട്ട് മാറും. റൈറ്റ്, ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കൾ അതിന്റെ കാരണങ്ങൾ വിശദീകരിച്ചല്ലോ. ശ്രീ CR നീലകണ്ഠൻ, നേരത്തെ താങ്കൾ പറഞ്ഞത് ഗൗരവമുള്ളൊരു കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്ന അപകടത്തെ ഏത് തരത്തിലാണ് നേരിടാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള യാതൊരു തരത്തിലുള്ള പരാമർശവും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെയോ മുന്നണികളുടെയോ പ്രകടന പത്രികയിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇതിനെ ഒരു വലിയ വിപത്തായി, ഇതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധിയും പ്രത്യാഘാതങ്ങളെയും കുറിച്ച് ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാതെ പോകുന്നത്? പരിസ്ഥിതിയുടെ കാര്യത്തിലും സാമൂഹ്യ ജീവിത ശൈലിയുടെ കാര്യത്തിലും രീതിയുടെ കാര്യത്തിലുമെല്ലാം കേരളത്തിൽ നമ്മൾ അനുഭവിച്ച സവിശേഷമായ കാലാവസ്ഥയെ താങ്ങി നിർത്താൻ പോകുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് എവിടെ വെച്ചാണ് നമുക്ക് വഴിതെറ്റിപ്പോയത്? ഇനി ആരാണ് നമ്മളെ നേർവഴിക്ക് നയിക്കേണ്ടത്? അല്ല, ഇവിടെ വഴിതെറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഫൈസി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു വ്യവസായവൽകൃത യുഗം, നവീന യുഗം എന്നൊക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു ജീവിതശൈലിയാണ് കാലാവസ്ഥാ മാറ്റത്തിന് കാരണം. അത് നേരത്തെ ചർച്ച ചെയ്തു. അതിൻ്റെ മറ്റൊരു വശവും ഫൈസി പറഞ്ഞു. ഇത് ഉണ്ടാക്കുന്ന ആളുകളല്ല ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത്, അതിൻ്റെ പങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ 90% ഉത്തരവാദിയായ ആളുകൾ ഇതിൻ്റെ ഫലത്തിൻ്റെ 5% പോലും അനുഭവിക്കില്ല. പക്ഷേ ഉണ്ടാക്കുന്നതിൽ 1% പോലും പങ്കില്ലാത്ത ആളുകൾ അതിൻ്റെ 99% അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു വൈരുദ്ധ്യം ഇതിനകത്തുണ്ട്. അപ്പോൾ കേരളം യഥാർത്ഥത്തിൽ ഞാനത് കാലാവസ്ഥാ മാറ്റം എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചുള്ള IPCCയുടെയോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ചർച്ചകളെക്കുറിച്ചല്ല പറയുന്നത്. നമുക്ക് പരിമിതിയുണ്ട്. ഇവിടെ ഗോപി ചോദിച്ച പ്രധാന പോയിന്റ്, എന്തുകൊണ്ടാണ് നാം അത് മുൻകൂട്ടി കാണാതിരുന്നത്? ഇത് കാണണമെങ്കിൽ നാം ഇന്നുവരെ ജീവിച്ച നമ്മുടെ വികസന ജീവിത സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യണം. അത് കാലാവസ്ഥാ മാറ്റം നിയന്ത്രിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിനെ നേരിടുന്ന കാര്യത്തിലാണെങ്കിലും, ഉദാഹരണത്തിന് കേരളത്തിലെ തീരപ്രദേശത്ത് ചതുപ്പുകൾ, ഇപ്പം നമ്മൾ ചെന്നൈയിലെ ദുരന്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. ചെന്നൈ ദുരന്തത്തിൽ ഉണ്ടായതിന് അവിടെ ദുരന്തം മഴയല്ല, കാലാവസ്ഥാ മാറ്റം പോലുമല്ല ദുരന്തം ജനങ്ങൾ നേരിടുന്നതാണ്. ചെന്നൈയിൽ മഴ പെയ്തതല്ല ദുരന്തം. ആ മഴവെള്ളത്തെ ശേഖരിച്ച് നിർത്താൻ, അത് ജനങ്ങൾക്ക് ദ്രോഹകരമല്ലാതെ നിർത്താൻ കഴിയുന്ന പ്രകൃതിദത്തമായ സംവിധാനങ്ങൾ, ചതുപ്പുകൾ, ജലസ്രോതസ്സുകൾ, ഫ്ലഡ് പ്ലെയിനുകൾ, ഇതെല്ലാം നമ്മൾ നികത്തി വികസിപ്പിച്ചു. വലിയ കെട്ടിടങ്ങളും IT പാർക്കുകളും ഒക്കെ ആക്കി മാറ്റി. IT പാർക്കും കെട്ടിടവും വേണ്ടേ എന്ന ചോദ്യം നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. മറുവശത്ത് ഇങ്ങനെ ഒരു ദുരന്തമുണ്ട് എന്നും ഇത് വന്നാൽ നാം നടത്തിയ വികസനങ്ങളൊക്കെ നിശ്ചലമാകുമെന്നും ഉള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ പല ചോദ്യങ്ങൾ തിരിച്ചു വരും. അതുകൊണ്ട് മനഃപൂർവ്വം അതിൽ നിന്ന് ഒഴിവാവുകയാണ്. നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ച് പറയും, മറ്റതിനെക്കുറിച്ച് പറയും, ജൈവകൃഷിയെക്കുറിച്ച് പറയും, പാടം നികത്തുന്നതിനെക്കുറിച്ച് പറയും. ഇതൊക്കെ പറയലേ ഉള്ളൂ. നമ്മുടെ പൊതുജീവിത സങ്കല്പവുമായി ഇത് എവിടെയാണ് യോജിക്കുന്നത്? യോജിക്കാത്ത വർത്തമാനം നമ്മൾ പറയണേ. നമ്മൾ ഡയറ്റിങ്ങിനെ കുറിച്ച് ഊണ് കഴിഞ്ഞിട്ട് സംസാരിക്കും, ഉണ്ണുമ്പോൾ ഇഷ്ടമുള്ളതൊക്കെ തിന്നും, പിന്നെ ഡയറ്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കും എന്ന് പറഞ്ഞ പോലെയാണ്. സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് യോജിക്കാത്ത നിരവധി കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ട് അതൊക്കെ വലിയ നേട്ടങ്ങളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോകുന്നിടത്ത് നമുക്ക് എന്താ കറക്ഷൻ സാധ്യമാവുക? നമ്മുടെ കറക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ കടലാക്രമണം നേരിടുന്ന ആളുകൾ, കർഷകർ, ആദിവാസികൾ, അല്ലെങ്കിൽ മണ്ണിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ, ഒരുപക്ഷെ നഗരവാസികൾ, അവരൊക്കെ തന്നെ ഇതിൻ്റെ ദുരന്തത്തിന് ഇരയാകുമ്പോൾ അവരാണ് തിരിഞ്ഞ് ചോദിക്കേണ്ടത് ഇതെങ്ങനെയാണ്. ഇതിലെ കറക്റ്റീവ് ഫോഴ്സ് അങ്ങനെ വരുന്നതാണ് ഞാൻ വിചാരിക്കണേ. ഈ മനുഷ്യർ ചോദിക്കണം. ഇപ്പോൾ കടലാക്രമണക്കാരോട് പറയുന്നത്, ഇതാ നിങ്ങളുടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കുറേ കരിങ്കല്ല് കൊണ്ടിടാം. കരിങ്കല്ല് കൊണ്ടിട്ട് എത്ര കാലം നിങ്ങൾ കടലാക്രമണത്തെ പ്രതിരോധിക്കും? മറിച്ച് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പല സ്ഥലത്തും കണ്ടലുണ്ടായാൽ കടലാക്രമണം തടയപ്പെടും എന്ന അറിവൊരു പുതിയ അറിവൊന്നുമല്ല. പക്ഷേ നമ്മുടെ കണ്ടൽ കാട് പരമാവധി നശിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ സൊല്യൂഷൻ? അപ്പോൾ കണ്ടൽ സംരക്ഷിക്കേണ്ടതുണ്ട്, നമ്മുടെ ജലാശയങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്, ജൈവവൈവിധ്യം സംരക്ഷിക്കേണ്ടതുണ്ട്, കുന്നുകൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അത് നയമായി വന്നാൽ മാത്രമേ, പോളിസിയായി വന്നാൽ മാത്രമേ പൊളിറ്റിക്കൽ പാർട്ടീസിന് നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. ഭരണകൂടങ്ങൾക്ക് നയമുണ്ടാവണം. ആ നയം അവരുണ്ടാക്കിയില്ലെങ്കിൽ ജനങ്ങൾ ഇടപെട്ട് ആ നയങ്ങൾ ഉണ്ടാക്കിക്കണം.
അങ്ങനെ ഉണ്ടാക്കുന്ന കാലത്ത് മാത്രമേ കറക്ഷൻ വരൂ. റൈറ്റ്. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന, പരിസ്ഥിതിയെ കൂടി ഗൗനിച്ചുകൊണ്ടുള്ള ഒരു വികസനം നടപ്പാക്കുന്നതിലൂടെ മാത്രമേ കാലാവസ്ഥ വ്യതിയാനം എന്ന വിപത്തെ ഒരു പരിധിവരെയെങ്കിലും നേരിടാൻ നമുക്ക് കഴിയുകയുള്ളൂ. വളരെയധികം നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ NJK നായർ, ശ്രീ S. ഫൈസി ഈ ചർച്ചയിൽ പങ്കെടുത്തത്.